വാട്ട് ആർ ദ ഫീച്ചേഴ്സ് ഓഫ് പെർഫെക്റ്റ് കോമ്പറ്റീഷൻ? ഒരു പെർഫെക്റ്റ് കോമ്പറ്റീഷൻ മാർക്കറ്റിൻ്റെ ഫീച്ചേഴ്സ്, അല്ലെങ്കിൽ മക്കളെ എന്താണ് പെർഫെക്റ്റ് കോമ്പറ്റീഷൻ എന്ന് ചോദിച്ചാലും ഈ ഒരു ആൻസർ തന്നെ എഴുതുക. ഒരു പെർഫെക്റ്റ് കോമ്പറ്റീഷൻ എന്ന് പറഞ്ഞാൽ എന്താ? ലാർജ് നമ്പർ ഓഫ് ബയേഴ്സ് ആൻഡ് സെല്ലേഴ്സ്. നിങ്ങൾ പറഞ്ഞു ലാർജ് നമ്പർ ഓഫ് ബയേഴ്സ് ആൻഡ് സെല്ലേഴ്സ്, വെരി ഗുഡ്. ദെൻ ഹോമോജീനിയസ് പ്രൊഡക്റ്റ്, എന്താണ്? എല്ലാ പ്രൊഡക്റ്റും ഐഡൻറ്റിക്കൽ ആണ്. അതെ, പെർഫെക്റ്റ് നോളജ് അബൌട്ട് ദ മാർക്കറ്റ് കണ്ടീഷൻസ്, അല്ലേ? ബയേഴ്സിനും സെല്ലേഴ്സിനും മാർക്കറ്റിനെ പറ്റിയുള്ള പെർഫെക്റ്റ് നോളജ് ഉണ്ട്. അപ്പം സെറ്റ്, ലാർജ് നമ്പർ ഓഫ് ബയേഴ്സ് ആൻഡ് സെല്ലേഴ്സ് ഉണ്ട്, ഹോമോജീനിയസ് പ്രൊഡക്റ്റ് ആണ് യൂസ് ചെയ്യുന്നത്. ദെൻ ഫാക്ടേഴ്സ് ഓഫ് പ്രൊഡക്ഷൻസ് ഫ്രീ ആയിട്ട് മൂവ് ചെയ്യുന്നു, അല്ലെങ്കിൽ അതിന് യാതൊരു തടസ്സങ്ങളും ഇല്ല. ദെൻ പെർഫെക്റ്റ് നോളജ്, ഫ്രീ ആയിട്ടെന്നല്ല, എന്താണ്, മൂവ്മെൻറ്റ് ഈസി ആണെന്നാണ്, അവിടെ തടസ്സങ്ങളൊന്നും ഇല്ലെന്നാണ്, അല്ല ഫ്രീ ആയിട്ട് തന്നല്ല കേട്ടോ. പെർഫെക്റ്റ് നോളജ് അബൌട്ട് ദ മാർക്കറ്റ് കണ്ടീഷൻ, ബയേഴ്സ് ആൻഡ് സെല്ലേഴ്സിന് മാർക്കറ്റിനെ പറ്റി പെർഫെക്റ്റ് നോളജ് ഉണ്ട്. ദെൻ ഫ്രീഡം ഓഫ് എൻട്രി ആൻഡ് എക്സിസ്റ്റ്, അതായത് മാർക്കറ്റിലേക്ക് വരുന്നതിനോ പോകുന്നതിനോ ബയേഴ്സിനോ സെല്ലേഴ്സിനോ ഒന്നും എന്താണ് ഒരു കൺട്രോളോ അല്ലെങ്കിൽ ഒരു ഇഷ്യൂസ് ഒന്നും ഇല്ല. ആ മാർക്കറ്റ് വളരെ ഓപ്പൺ ടൈപ്പ് ഓഫ് മാർക്കറ്റാണ്. ആബ്സെൻസ് ഓഫ് ട്രാൻസ്പോർട്ട് കോസ്റ്റ്, അല്ലേ? ട്രാൻസ്പോർട്ട് കോസ്റ്റുകളൊന്നും ഇല്ല. ബോത്ത് ബയേഴ്സ് ആൻഡ് സെല്ലേഴ്സ് ആർ പ്രൈസ് ടേക്കേഴ്സ്, ലാസ്റ്റ് 9th പോയിന്റായിട്ട് ആഡ് ചെയ്യാൻ പറ്റുന്നതാണ്. ദെൻ യൂണിഫോം പ്രൈസ്, അവിടുത്തെ പ്രൈസ്, പ്രൊഡക്റ്റുള്ള പ്രൈസ് യൂണിഫോം ആണ്, സെയിം പ്രൈസ് ആണ്. ആബ്സെൻസ് ഓഫ് സെല്ലിംഗ് കോസ്റ്റ് ഇല്ല. ലാസ്റ്റ് നമ്മുടെ നിരഞ്ജ് പറഞ്ഞ ബോത്ത് ബയേഴ്സ് ആൻഡ് സെല്ലേഴ്സ് ആർ പ്രൈസ് ടേക്കേഴ്സ്, വളരെ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള പോയിന്റ് ആണ്. എന്താണ്? പ്രൈസ് ടേക്കേഴ്സാ. അതായത് മാർക്കറ്റിലെ ഡിമാൻഡ് ഫോഴ്സും മാർക്കറ്റിലെ സപ്ലൈ ഫോഴ്സും അനുസരിച്ചാണ് മാർക്കറ്റിലെ പ്രൊഡക്റ്റുകളുടെ പ്രൈസ് ഫിക്സ് ചെയ്യുന്നത്. അതല്ലാതെ ബയേഴ്സ് ഇടുന്ന പ്രൈസ് അല്ല, സെല്ലേഴ്സ് അല്ല പ്രൈസ് ഫിക്സ് ചെയ്യുന്നത്. മാർക്കറ്റിലെ പ്രോഡക്റ്റിൻ്റെ എന്ത് ഡിമാൻഡ് ആൻഡ് സപ്ലൈ അനുസരിച്ച്, മാർക്കറ്റ് ഈക്വിലിബ്രിയം അനുസരിച്ചാണ് പ്രൈസ് ഫിക്സ് ആകുന്നത്. അല്ലാതെ നമ്മൾ ആരുമല്ല പ്രൈസ് കൊടുക്കുന്നത് നമ്മൾ സ്വന്തമായിട്ടല്ല.